പ്രിയരെ, വിദ്യയുടെ ദീപശിഖ തെളിയിച്ച് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭാവിയെ പ്രകാശിപ്പിക്കുന്ന പ്രതിഭകളുടെ സങ്കേതമായ AMUP സ്കൂൾ കായക്കൊടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി അവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വർണ്ണച്ചിറകുകൾ സമ്മാനിച്ച് നാടിൻ്റെ സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങളുടെയും പ്രതീകമായി ജ്വലിച്ചു നിന്ന് അക്ഷരവിപ്ലവത്തിൻ്റെ 98 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിയിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ കലാകായിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കർമ്മനിരതരായ അധ്യാപകരോടൊപ്പം പാഠ്യേതര വിഷയങ്ങളുടെ പുരോഗതിയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും അധ്യാപക രക്ഷാകർതൃ സമിതിക്കും അഭ്യുദയകാംക്ഷികൾക്കും സർവോപരി നാട്ടുകാർക്കും നിസ്സീമമായ പങ്കുണ്ട്. എല്ലാവരോടുമുള്ള കടപ്പാടും ആദരവും രേഖപ്പെടുത്തി 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അകാലത്തിൽ വിട പറഞ്ഞ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി നാൻസി ഐക്കലിൻ്റെ ഓർമ്മയ്ക്കായി സ്കൂളിലേക്ക് ലൈബ്രറി ഷെൽഫ് സമ്മാനിച്ച ലെൻസ്ഫെഡ് കുറ്റ്യാടി യൂണിറ്റ് കമ്മിറ്റിക്ക് ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട നാൻസി ഐക്കലിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥനാ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. പരിമിതികളുടെ ഭൂതകാലത്ത് നിന്നും അക്കാദമിക മികവുകൾക്കൊപ്പം കലാകായിക മേഖലയിലും സന്നദ്ധ സേവന രംഗത്തും ശാസ്ത്രമേഖലകളിലും സംസ്ഥാനതല പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ നേട്ടങ്ങളാണ് ഇന്ന് വിദ്യാലയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാധുനികമായ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, വിശാലമായ കളിമൈതാനം, സജീവമായ JRC സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകൾ, കായിക പരിശീലനം, LSS, USS, അറബിക്, സംസ്കൃതം, ഉറുദു, നുമാസ്, സ്കോളർഷിപ്പ് പരിശീലനം, പ്രീ പ്രൈമറി സ്കൂൾ, വിശാലമായ ക്യാൻറ്റീൻ, ഫുഡ് കോർണർ, വാഹന സൗകര്യം, കാലാനുസൃതമായ ഭൗതിക സാഹചര്യങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇന്ന് നമ്മുടെ വിദ്യാലയം. പാഠ്യേതര മേഖലകളിൽ വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ചവരാക്കാൻ സ്കൂളിൽ നടത്തിവരുന്ന പ്രധാന പരിപാടികളും പദ്ധതികളും. പടവ്. വിവിധ കാരണങ്ങളാൽ പഠന മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മികച്ചതാക്കാൻ പ്രത്യേക മൊഡ്യൂളുകൾ തയ്യാറാക്കി അവധി ദിനങ്ങളിൽ ഉൾപ്പെടെ സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസുകൾ നൽകി വരുന്നതാണ് പടവ് പദ്ധതി. ഇതൾ ഷോർട്ട് ഫിലിം. കുട്ടികളുടെ സർഗാത്മക ശേഷികൾ പരിപോഷിപ്പിക്കുക, സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വേൾഡ് മലയാളി ഫെഡറേഷന്റെ സഹായത്തോടെ പുറത്തിറക്കിയ ഇതൾ ഷോർട്ട് ഫിലിം ഏറെ പ്രശംസിക്കപ്പെട്ടു. എജു വില്ലേജ്. ക്ലാസ് റൂമുകളെ വീടകം പോലെ അലങ്കാരത്തിലും വൃത്തിയിലും പരിചരിക്കുക, പഠന സംബന്ധിയായ കാര്യങ്ങൾ ക്ലാസ് റൂമുകളിൽ സംവിധാനിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിൽ വരുത്തിയ പദ്ധതിയാണ് എജു വില്ലേജ്. ആദ്യഘട്ടത്തിൽ LP വിഭാഗത്തിലെ 4 ക്ലാസുകളെ എജു വില്ലകളായി തെരഞ്ഞെടുക്കപ്പെട്ട ക്ലാസുകൾക്ക് റെഡ് ക്രോസ് കുറ്റ്യാടി ബ്രാഞ്ചിൻ്റെ സഹായത്തോടെ PTA സ്പോൺസർ ചെയ്ത എജു കിറ്റ് വിതരണം ചെയ്തു. നല്ല ചിന്തകളുടെ നേരം. കാലികമായ വിഷയങ്ങളിൽ സമൂഹത്തിൽ നല്ല ചിന്തകൾ ഉണർത്താനും കുട്ടികളുടെ പ്രസന്റേഷൻ സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവ വളർത്തിയെടുക്കാനും തുടക്കം കുറിച്ച പദ്ധതിയാണ് നല്ല ചിന്തകളുടെ നേരം. ടാലൻഷ്യ ആർട്സ് സ്കൂൾ. ചിത്രരചന, നൃത്തം, സംഗീതം എന്നീ മേഖലകളിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകാനായി തുടക്കം കുറിച്ച ടാലൻഷ്യ ആർട്സ് സ്കൂളിൻ്റെ പ്രവർത്തനം തുടർന്നു വരുന്നു. കരാട്ടെ. വിദ്യാർത്ഥികളിൽ ശാരീരിക ക്ഷമത, സ്വയം പ്രതിരോധം, ആത്മവിശ്വാസം, അച്ചടക്കം എന്നിവ വർദ്ധിപ്പിക്കാൻ ആഴ്ചയിൽ 2 ദിവസം കരാട്ടെ പരിശീലനം നൽകി വരുന്നു. ക്ലീൻ ക്ലാസ്, ബെസ്റ്റ് ക്ലാസ്. കുട്ടികളിൽ ശുചിത്വബോധവും അച്ചടക്കബോധവും വളർത്തിയെടുക്കാൻ ഉദ്ദേശിച്ച് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ക്ലീൻ ക്ലാസ്, ബെസ്റ്റ് ക്ലാസ് പദ്ധതി ശ്രദ്ധേയമായ മറ്റൊരു പ്രവർത്തനമാണ്. 2025-26 അധ്യയന വർഷത്തെ ശ്രദ്ധേയമായ പരിപാടികൾ. പ്രവേശനോത്സവം. പുതിയ അധ്യയന വർഷത്തിൽ
അറിവിൻ്റെ അക്ഷരമുറ്റത്തേക്ക് കടന്നു വന്ന കുരുന്നു പ്രതിഭകളെ വരവേറ്റുകൊണ്ട് സംഘടിപ്പിച്ച പ്രവേശനോത്സവം വർണ്ണശബളമായി മാറി. ചെരാത് വായനാഘോഷം. നല്ല വായന ഹൃദയത്തിൽ വളരുന്ന പൂന്തോപ്പാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ചെരാത് വായനാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂൾ ലൈബ്രറി, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ലൈബ്രറി പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരുന്നു. ഇതോടനുബന്ധിച്ച് ബെസ്റ്റ് റീഡർ അവാർഡും ബെസ്റ്റ് ലൈബ്രറിയൻ അവാർഡും നൽകി വരുന്നതോടൊപ്പം ബെസ്റ്റ് ലൈബ്രറി ക്ലാസ് പ്രഖ്യാപനവും നടത്തിവരുന്നുണ്ട്. ഒപ്പം സഹവാസ ക്യാമ്പ്. സാമൂഹ്യ സേവനത്തിലൂടെ മനുഷ്യ സേവനത്തിൻ്റെ മഹത്വം തിരിച്ചറിയാനും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൈത്താങ്ങാക്കാനും കുട്ടികളെ പ്രാപ്തമാക്കുകയും വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ തുടർച്ചയായ 3-ാം വർഷവും ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. വീടകങ്ങളിൽ നിന്ന് മാറി കൂട്ടുകാരോടൊത്ത് കളിച്ചും ചിരിച്ചും അനുഭവങ്ങൾ പങ്കുവെച്ചും ചെലവഴിച്ച 2 ദിനങ്ങൾ കുട്ടികൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചു. യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ യോഗാ ദിനത്തിൽ യോഗ പരിശീലനവും നൽകിയിട്ടുണ്ട്. APL AMUP പ്രീമിയർ ലീഗ് സീസൺ 2. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദമാണ് കാൽപന്ത് കളി. ഇന്റർ ക്ലാസ് സ്കൂൾ ഫുട്ബോൾ ലീഗിൻ്റെ 2-ാം സീസണിനെ കരഘോഷത്തോടെയാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത്. അക്ഷരാർത്ഥത്തിൽ ഒരാഴ്ചക്കാലം സ്കൂളിനെ ഉത്സവഭൂമിയാക്കിയ APLൻ്റെ ദൃശ്യങ്ങളിലൂടെ ഓണാഘോഷം. മനുഷ്യരെല്ലാം ജാതിമത വർഗ ചിന്തകൾക്കതീതമായി ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിരുന്ന നല്ല കാലത്തിൻ്റെ സ്മരണകളെ തൊട്ടുണർത്തിക്കൊണ്ട് AMUP സ്കൂൾ PTA സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി വേറിട്ടൊരനുഭവമായിരുന്നു. സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മക്കായി സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടെ നമ്മുടെ വിദ്യാലയം സമുചിതമായി ആഘോഷിച്ചു. ദൃശ്യങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ആർട്ട് ബീറ്റ്സ് സ്കൂൾ കലോത്സവം. വാക്കുകൾക്കപ്പുറം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും പൊഴിയുന്ന വികാരങ്ങളുടെ സ്വരൂപമാണ് കല. ചിത്രത്തിലെ നിറങ്ങളായി, സംഗീതത്തിലെ സ്വരങ്ങളായി, നൃത്തത്തിലെ ചുവടുകളായി കലയാരവത്തിൻ്റെ ഉത്സവമായി തീർന്നു ആർട്ട് ബീറ്റ്സ് സ്കൂൾ കലോത്സവം. സ്പോർട്ടിവ. കളിമൈതാനത്തെ ആവേശഭരിതമാക്കി സംഘടിപ്പിച്ച സ്പോർട്ടിവ സ്പോർട്സ് മീറ്റ് കുട്ടികളുടെ കായിക മികവ് വിളിച്ചോതുന്നതായിരുന്നു. കുരുക്ക്. ലഹരിക്കടിമകളായി പുതുതലമുറ കൊലപാതകരായി മാറുന്ന പുതിയ കാലത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചു. JRC സ്കാർഫിംഗ് സെറിമണി. ആതുര സേവന രംഗത്ത് ശ്രദ്ധേയമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്ന JRC യൂണിറ്റിലേക്ക് പുതുതായി കടന്നു വന്ന വിദ്യാർത്ഥികളുടെ സ്കാർഫിംഗ് സെറിമണി സംഘടിപ്പിച്ചു. നോ വാർ. മനുഷ്യ ജീവിതത്തിൽ കാലുഷ്യത്തിൻ്റെ തീമഴ വർഷിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകളും ബാലിസ്റ്റിക് മിസൈലുകളും തൊടുത്തുവിട്ട് കുരുന്നുമക്കളെയും നിരാലംബരെയും കൊന്നൊടുക്കുന്ന പാശ്ചാത്യ ക്രൂരതയ്ക്ക് മുമ്പിൽ ലോകം നടുങ്ങി നിൽക്കുമ്പോൾ യുദ്ധക്കെടുതിയിൽ വേദന തിന്നുന്നവരോട് ഐക്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ സയൻസ് ക്ലബിൻ്റെയും JRC സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ നോ വാർ ഐക്യദാർഢ്യ പരിപാടി കാലികമായ ഒന്നായിരുന്നു. സ്കൂൾ പാർലമെൻറ്റ്. ജനാധിപത്യ പ്രക്രിയയുടെ നട്ടെല്ലായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായ വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം,
സൂക്ഷ്മ പരിശോധന, പത്രിക പിൻവലിക്കൽ, പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും എന്നീ കാര്യങ്ങളിൽ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് നടത്തിയ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കുട്ടികളെ സംബന്ധിച്ച് ഏറെ ആകർഷകമായ പഠന പ്രവർത്തനമായിരുന്നു. രക്ഷകരോട് സംവദിക്കാം. നാടിനെ പ്രതിസന്ധിയിലാക്കുന്ന ആപത്ഘട്ടങ്ങളിൽ സൈറൺ മുഴക്കി രക്ഷകരായി എത്തുന്ന അഗ്നിശമന സേനയുടെ പ്രവർത്തനം നേരനുഭവമാക്കാനും ഫയർഫോഴ്സ് ഉപകരണങ്ങളുടെ പ്രവർത്തനം കണ്ടറിയാനും വേണ്ടി സംഘടിപ്പിച്ച 3ാം ക്ലാസ്സുകാരുടെ പഠനയാത്ര കുട്ടികൾക്ക് ഏറെ ഹൃദ്യാനുഭവമായിരുന്നു. വിദ്യോത്സവം ഒരു വർഷക്കാലം സ്വായത്തമാക്കിയ പഠനാനുഭവങ്ങളുടെ പ്രദർശനമായ 3ാം ക്ലാസ്സുകാരുടെ വിദ്യോത്സവം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഫുഡ് ഫെസ്റ്റിവൽ രുചി വൈഭവങ്ങളുടെ കലവറ തീർത്ത് വിഭവങ്ങളുടെ വൈവിധ്യത്തെ രുചിച്ചറിയാനും പാചക വൈദഗ്ധ്യത്തെ കണ്ടറിയാനും സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ട KG വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റും 3ാം ക്ലാസ്സുകാരുടെ ഖാനാ കി ദുനിയയും 4ാം ക്ലാസ്സുകാരുടെ ഊണിൻ്റെ മേളവും 5ാം ക്ലാസ്സുകാരുടെ തൊടിയിലെ വിഭവങ്ങളും കുട്ടികൾക്ക് പുതിയ രുചി അനുഭവം തീർത്തു. ദിനാചരണങ്ങൾ ബഷീർ ദിനം ജീവിത യാഥാർത്ഥ്യങ്ങളെ അക്ഷരങ്ങളാക്കി മലയാളിയുടെ മനസ്സിൽ വായനയുടെ ആർത്തി കോറിയിട്ട ആലങ്കാരികതയുടെ പാര്യമ്മതയില്ലാതെ നാടൻ വാക് പ്രയോഗങ്ങളാൽ വായനയെ ത്രസിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കൂടാതെ ചാന്ദ്രദിനം, ഹിരോഷിമ, നാഗസാക്കി, പരിസ്ഥിതി ദിനങ്ങൾ, റിപ്പബ്ലിക് ദിന പരിപാടികൾ, ഗാന്ധി ദിനത്തിൽ ഗാന്ധിയുടെ ഇന്ത്യ, ശിശുദിനത്തിൽ പ്രിയപ്പെട്ട ചാച്ചാജി എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് ഉദ്ഘാടനവും കലാപരിപോഷണ പരിപാടികളും സംഘടിപ്പിച്ചു. സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് ഉദ്ഘാടനം, ക്ലാസ് സഭ, പത്രവായനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രത്യേകമായ ഇടപെടലുകൾ എന്നിവ നടത്തിയിട്ടുണ്ട്. ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ബാങ്ക് സന്ദർശനം കുട്ടികൾക്ക് വേറിട്ട ജീവിതാനുഭവ പാഠമായി. ഗൂഗോൾ ഗണിത ക്ലബിൻ്റെ ഉദ്ഘാടന പരിപാടിയും ഗണിതമേളയും കുട്ടികളിൽ ഒട്ടേറെ ഗണിതാനുഭവങ്ങൾ സൃഷ്ടിച്ചു. മഞ്ചിൽ ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടന പരിപാടിയും ഏറെ ശ്രദ്ധേയമായി നടത്തപ്പെട്ടു. അലിഫ് അറബിക് ക്ലബിൻ്റെ ഹായ് അറബി പദ്ധതി 7 വർഷം പിന്നിട്ടിരിക്കുന്നു. ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ചു വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. അറബിക് മെഗാ ക്വിസ് ക്ലബിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയാണ്. സംസ്കൃതം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്കൃത ദിനാചരണം, രാമായണ മാസാചരണം, രാമായണ പ്രശ്നോത്തരി എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. രേൽക്ക സഫർ ഉറുദു ക്ലബിൻ്റെ നേതൃത്വത്തിൽ 7ാം ക്ലാസ്സുകാരുടെ പാഠ്യപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച രേൽക്ക സഫർ തീവണ്ടി യാത്ര കുട്ടികളിൽ പൊതുഗതാഗത സംവിധാനങ്ങളെക്കുറിച്ചുള്ള ധാരണ രൂപപ്പെടുത്തി. ക്ലബിൻ്റെ ഉദ്ഘാടന പരിപാടിയും ശ്രദ്ധേയമായിരുന്നു. പ്രിയരെ, 2025-26 അധ്യയന വർഷത്തിൽ വിദ്യാലയം സ്വന്തമാക്കിയ നേട്ടങ്ങളുടെ പട്ടിക നീണ്ടതാണ്. കലാ, കായിക, ശാസ്ത്രവിജ്ഞാന രംഗത്തും ഭൗതിക സാഹചര്യത്തിലും വിദ്യാലയത്തിൻ്റെ കുതിച്ചുചാട്ടം അതിശയകരമാണ്. ഇവയിൽ പ്രഥമഗണനീയമായ ചിലത് ഇവിടെ പരാമർശിക്കുന്നു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ജൂഡോ മത്സരത്തിൽ സിൽവർ മെഡൽ നേടി മുഹമ്മദ് ഹനാൻ നമ്മുടെ വിദ്യാലയത്തിൻ്റെയും നാടിൻ്റെയും അഭിമാനമായി മാറി. ഈ നേട്ടം കായിക മേഖലയിലെ നമ്മുടെ പൊൻതൂവലാണ്. കൂടാതെ ജില്ലാ ജൂഡോ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ഐദിൻ സാബിറും സബ് ജില്ലാ അത്ലറ്റിക്സ് മീറ്റ് കിഡീസ് വിഭാഗത്തിൽ 2 സ്വർണ്ണ മെഡലോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ അഹിൻ ചന്ദ്രനും ജില്ലാതല മത്സരത്തിനുള്ള സബ് ജില്ലാ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട റബിൻ രാജും നമ്മുടെ മികച്ച കായിക പ്രതിഭകളാണ്. ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ജുബിൻ ഫാത്തിമയുടെ നേട്ടവും നമുക്ക് സന്തോഷം പകരുന്നതാണ്. കലാമേളയിലെ AMUPയുടെ നേട്ടം അഭിമാനകരമാണ്. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതം കഥാരചനയിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ ശ്രീയാലക്ഷ്മിയുടെ നേട്ടം ഏറ്റവും മികവുറ്റതാണ്. സബ് ജില്ലാ അറബിക് കലോത്സവത്തിൽ ഓവറോൾ സെക്കൻഡ് റണ്ണറപ്പ് നേട്ടവും കലാമേളയിലെ അടയാളപ്പെടുത്തലാണ്. സബ് ജില്ലാ ശാസ്ത്രമേളയിലും മികച്ച പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത്. പ്രവൃത്തി പരിചയമേളയിൽ LP വിഭാഗത്തിൽ
70-ലേറെ സ്കൂളുകളെ പിറകിലാക്കി ഓവറോൾ ഫസ്റ്റ് റണ്ണറപ്പ് കരസ്ഥമാക്കിയത് അഭിമാന നേട്ടങ്ങളിൽ മറ്റൊന്നാണ്. UP വിഭാഗം പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള എന്നിവയിലും LP വിഭാഗം ഗണിതമേളയിലും മുഴുവൻ ഇനങ്ങളിലും A ഗ്രേഡ് നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ നമുക്കഭിമാനമായുണ്ട്. 16 LSS USS സ്കോളർഷിപ്പുകളും 8 സംസ്കൃതം സ്കോളർഷിപ്പുകളും 6 അറബിക്ക് അൽമാഹിർ സ്കോളർഷിപ്പുകളും 4 അല്ലാമ ഇക്ബാൽ ഉറുദു സ്കോളർഷിപ്പുകളും ഇതിൽ പ്രഥമഗണനീയമായതാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ദ്വിതീയ സോപാൻ ടെസ്റ്റിൽ 18 സ്കൗട്ടുകളും 14 ഗൈഡുകളും വിജയം കൈവരിച്ചിട്ടുണ്ട്. JRC ബേസിക് ലെവൽ പരീക്ഷയിൽ 17 കേഡറ്റുകൾ സർട്ടിഫിക്കറ്റിന് അർഹരായി. ഹരിതസേന സ്കോളർഷിപ്പിന് 6 വിദ്യാർത്ഥികൾ അർഹരായി. പഞ്ചായത്ത് തല സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ധാർമിക് ദാസ്, സായക S അജേഷ് എന്നിവർക്ക് 2ാം സ്ഥാനം ലഭിച്ചു. സബ് ജില്ലാതല ഗേൾസ് ഫുട്ബോൾ മത്സരത്തിലും ഉറുദു സോക്കറിലും സെക്കൻഡ് റണ്ണറപ്പ് നേട്ടം കൈവരിച്ചതും നമ്മുടെ സ്കൂളിൻ്റെ മികവിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. സബ് ജില്ലാ അറബിക് മാഗസിൻ നിർമ്മാണ മത്സരത്തിൽ LP UP വിഭാഗങ്ങളിൽ സെക്കൻഡ് റണ്ണറപ്പ് നേടാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നാടിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വഴിവെട്ടുകയായിരുന്നു ഇക്കാലമത്രയും നമ്മുടെ വിദ്യാലയം. പാഠവും പാഠശാലയും വിലക്കപ്പെട്ട അടിസ്ഥാന വർഗത്തിന് അറിവിൻ്റെ ആത്മബന്ധം നൽകി അത്യുന്നതങ്ങൾ കീഴടക്കാൻ വിദ്യാലയം നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സാമൂഹിക ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ AMUP സ്കൂൾ സൃഷ്ടിച്ചൊരുക്കിയ ഉൾക്കാമ്പുള്ള പ്രതിഭകൾ കർമ്മനിരതരായുണ്ട്. പരിവർത്തനങ്ങളുടെ കാഹളമൂതി കാലം കടന്നു പോകുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ കീർത്തി ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ ഉപസംഹരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് ഗ്രോക്ക് AI-യുടെയും ഡീപ് സീക്കിൻ്റെയും ചാറ്റ് GPT-യുടെയും കണ്ടെത്തലിലൂടെ അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി യുഗത്തിൽ നമ്മുടെ മക്കൾ ഡിജിറ്റൽ ക്ലാസ് റൂമുകളിൽ സ്മാർട്ടായി പഠിക്കട്ടെ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നന്ദി.